പത്തനംതിട്ടയിൽ കുടുംബ കലഹത്തെ തുടർന്ന് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു. ഭാര്യയെ മാത്രമല്ല, ഭാര്യയുടെ പിതാവിനെയും സഹോദരിയെയും ഈ ആക്രമണത്തിൽ അവർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സുജുജി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. സുജു, വളരെ ദാരുണമായ വാർത്തയാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് നിരന്തരം സംസാരിക്കേണ്ടി വരുന്നത്, അതും ഒരു വാർത്താ പ്രഭാതത്തിൻ്റെ തുടക്കത്തിൽ സംസാരിക്കേണ്ടി വരുന്നത് വളരെ സങ്കടകരമാണ്. എങ്കിൽ പോലും വാർത്ത എന്ന നിലയ്ക്ക് നമുക്കതിനെ സംസാരിക്കാതിരിക്കാനും പറ്റില്ല. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു സ്ത്രീയെ കുത്തിക്കൊല്ലാൻ, ഭാര്യയെ കുത്തിക്കൊല്ലാൻ അയാൾ പുറപ്പെട്ടത്? വിനീഷ, ഏറെ നാളായി നിലനിൽക്കുന്ന കുടുംബകലഹമാണ് ഇപ്പോൾ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി 10:10 ഈ പ്രതി അജി ഈ ഭാര്യ ഷാമിയുടെ പുല്ലാത്ത വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയ ശേഷം ഒരു വാക്ക് തർക്കവും പിന്നീടാണ് കത്തി ഉപയോഗിച്ച് കുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ആ ഷാമിക്കും കുത്തിയേൽക്കുന്നു. ഷാമിയെ ഈ പരിക്കേൽപ്പിക്കുമ്പോൾ തടയാനെത്തിയ ഷാമിയുടെ പിതാവ് ശശിയുടെ സഹോദരി രാധാമണി എന്നിവർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ഇരുവരും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഷാമിയും ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും രാത്രി 1:30 മരണം സംഭവിക്കുന്നത്. വലിയ പരിക്കാണ് ഷാമിക്ക് പറ്റിയത്. കുടൽമാല ഉൾപ്പെടെ പുറത്തു വന്ന തരത്തിലേക്ക് കുത്തി പരിക്കേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ, ഡോക്ടർമാർ അങ്ങനെ പറയുമ്പോൾ തന്നെ അതിന്റെ ആഴവും അതിന്റെ ഒരു അക്രമ സ്വഭാവവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലൊരു വലിയ പരിക്കുകളാണ് ഏറ്റവും. അജി ആദ്യം ഈ വീടിന്റെ സമീപത്ത് റബ്ബർ തോട്ടത്തിൽ ഒളിച്ചിരിപ്പ് ഉണ്ടെന്ന് പോലീസിന് ലഭിക്കുകയും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പോൾ പ്രതി അജിക്കായി കോഴിപ്പുറം പോലീസ് തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഈ ഭാര്യയോടുള്ള ഈ കലഹം തന്നെ പല വിധത്തിലുള്ള പ്രശ്നം തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും ഇന്നലെ രാത്രി 10:00 ഈ കത്തിക്കുത്തും കൊലപാതകവും നടക്കുന്നത്. പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിഷ, സുജു, ഭർത്താവുമായി വേറിട്ട് കഴിയുകയായിരുന്നോ ശ്യാമയുടെ വീട്ടിൽ വെച്ചാണോ ഇപ്പോൾ കത്തിക്കുത്ത് ഏൽക്കേണ്ടി വന്നതും മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതും? ഈ പ്രതിയെക്കുറിച്ച് പോലീസ് പറയുന്ന വിശദാംശങ്ങൾ എന്താണ്? കാരണം സുജു തന്നെ പറഞ്ഞല്ലോ, കുടൽമാലയെ അടക്കം കുത്തി പുറത്തേക്കാകുന്ന രീതിയിലായിരുന്നു ക്രൂരത എന്ന്. അപ്പോൾ പോലീസ് എന്താണ് പറയുന്നത് ഇത് സംബന്ധിച്ച്, കേസിന്റെ സംബന്ധിച്ച്? പോലീസ് പറഞ്ഞ വളരെ ക്രൂരമായ ഒരു കൊലപാതകം തന്നെ നടന്നിരിക്കുന്നത്. ഏത് കൊലപാതകവും ക്രൂരമായി തന്നെയാണ്. അതിനിപ്പം അതിന്റെ പക്ഷേ ഇത് അതിക്രൂരമായി തന്നെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. കത്തി കൊണ്ട് കുത്തി കുടൽമാല വരെ പുറത്തെടുക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണ്. ഈ ഷാമിയും ഭർത്താവ് അജിയും തമ്മിൽ ഏറെ നാളായി പിണക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഷാമി ഇപ്പോൾ വീട്ടിൽ നിൽക്കുകയായിരുന്നത്. എത്ര നാളായി വിട്ടു നിൽക്കുന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇന്നലെ രാത്രി 10:00 തന്നെ അജി വീട്ടിലെത്തുകയും ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ശരി, സുജുജി ബാബുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പത്തനംതിട്ട പുല്ലാട് ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു. കുടുംബ കലഹത്തെ തുടർന്നാണ് ക്രൂരമായി വെട്ടി പരുക്കേൽപ്പിച്ച് കുത്തിക്കൊന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഭാര്യയ്ക്ക് മാത്രമല്ല, ഭാര്യ പിതാവിനെയും ഭാര്യ സഹോദരിയെയും ഇത്തരത്തിൽ ആക്രമിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ചികിത്സയിലാണ്. സുജുജി ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.